ടൗൺഷിപ്പ് സന്ദർശിക്കുന്നുണ്ടോ? ആര്? സർക്കാരിന്റെ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നുണ്ടോ? ഞാൻ പോയിരുന്നല്ലോ, പരിപാടിക്ക് നമ്മളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ സർക്കാരിന്റെ പദ്ധതി നമ്മുടെ കൂടി പദ്ധതിയല്ലേ. അല്ല, ഇന്ന് പോണില്ല, പിന്നെ പോവും. സർക്കാരിന്റെ പദ്ധതിക്ക് നമ്മൾ സപ്പോർട്ടാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഏതാനും പേർക്കല്ലേ വീട് കൊടുക്കുന്നുള്ളൂ. ബാക്കി അവരല്ലേ കൊടുക്കുന്നത്. നമ്മളതിനെല്ലാവരും അതിന് സപ്പോർട്ട് അതാണ്. ഞങ്ങളൊക്കെ പൈസ കൊടുത്തിട്ട് മാത്രമല്ല, പിന്നെ ഞങ്ങൾ അതിന് സപ്പോർട്ടാണ്. ഗവൺമെന്റ് ഞങ്ങൾക്കും സപ്പോർട്ടാണ്. ഞങ്ങളെ ലാൻഡ് സംബന്ധിച്ചൊക്കെ എന്തെല്ലാം വിവാദം ഉണ്ടായതാണ്. അവസാനമൊന്നുമില്ലല്ലോ. അതിപ്പോൾ ഈ ദുരന്തത്തിനിരയായ ആളുകളെ ഓർക്കുമ്പോൾ ആരും പിന്നെ അതിനൊന്നും നിസ്സഹകരണമോ കോൺട്രവേഴ്സിയോ ഒന്നും ഉണ്ടാക്കൂല. എല്ലാവരും സഹകരിച്ച് തന്നെ പോകുന്നത്. സർക്കാരിന്റെ ടൗൺഷിപ്പ് വീട് കൊടുക്കുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് വീട് നൽകുന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല, അവരിപ്പോൾ ഏതായാലും തുടങ്ങുന്നുണ്ടല്ലോ. കുറച്ച് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ 26-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നതിന് പറ്റിയോ? ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കൊടുക്കുന്നുണ്ടല്ലോ. പദ്ധതികളൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയാണോ? അങ്ങനെ എന്താ അഭിപ്രായത്തിനെ കുറിച്ച്? രാഷ്ട്രീയമായി ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. രാഷ്ട്രീയമായി ആരും ഉപയോഗിക്കും. ഞങ്ങൾ പോലും ഇപ്പോൾ ഈ ദുരന്തത്തിനിരയായവരുടെ കാര്യത്തിൽ പോളിറ്റിക്സ് അധികം പറയുന്നില്ലല്ലോ. എല്ലാവരും ഇതിനോടും സഹകരിക്കല്ലേ. അത് നല്ല കാര്യമല്ല. അല്ലാതെ തന്നെ രാഷ്ട്രീയം പറയാനുണ്ടല്ലോ. ഇപ്പോൾ വളരെ വലിയൊരു രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. ആരോഗ്യരംഗത്തെ പരിതാപകരമായ അവസ്ഥ. ആ ചർച്ച വേണ്ടാന്ന് അവർക്ക് തോന്നിയോ എന്നൊരു സംശയം ഇപ്പോൾ ഈ സംഭവം കാണുമ്പോഴുണ്ട്. കാരണം വല്ലാത്തൊരു ചർച്ചയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം മന്ത്രി തന്നെ പറഞ്ഞതെന്താ? മന്ത്രി പറഞ്ഞത് സ്വകാര്യ ആശുപത്രികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ മെഡിക്കൽ കമ്പനിക്കാരാണ്. ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ, ഇവിടെ ഡാറ്റ ഒക്കെ എടുത്തുകൊണ്ട് ഈ മെഡിക്കൽ കമ്പനിക്കാർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞാണ്. അപ്പോൾ മന്ത്രി അത് എൻഡോസ് ചെയ്തു. മാത്രമല്ല, പ്രൈവറ്റ് ആശുപത്രിക്കാർ പിന്നെ ആളുകളെ ആംബുലൻസൊക്കെ പൈസ കൊടുത്തത് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയും. ഇതൊരു വലിയ ചർച്ച ആകുമായിരുന്നു. അത് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവത്തിൽ അങ്ങ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അത് അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം ചർച്ച ആകാതിരിക്കൂല.